So hi students, ഇന്ന് നമുക്ക് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ട് ഡെറിവേഷൻ നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും എന്ത് ഈ ബോർഡ് എക്സാമിന് എപ്പോഴും വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ് രണ്ട് ഡെറിവേഷൻ. എല്ലാവർക്കും താല്പര്യമുള്ള ഡെറിവേഷനാണ്. നമുക്ക് നോക്കാം. നമുക്കറിയാം ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലേ, സീരീസ് കണക്ഷൻ ആൻഡ് നമ്മുടെ പാരലൽ കണക്ഷൻ്റെ എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ രണ്ട് ഡെറിവേഷൻ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചതാണ്, എന്നാലും നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സീരീസ് കണക്ഷൻ എന്താണ്, പാരലൽ കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. നോക്കിക്കേ, സീരീസ് കണക്ഷൻ നോക്കിക്കേ, ഇതാണ് കണ്ടോ, ഇത് റെസിസ്റ്റൻസ് ആണെന്ന് അറിയാം, ഇത് റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ, R1 കണ്ടോ, ഇതെന്ത് ചെയ്ത് R2 അല്ലേ കണക്ട് ചെയ്ത്, എന്നിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഒരു ബാറ്ററി കൊടുത്തു, ബാറ്ററി അല്ലേ, ബാറ്ററി നമുക്കറിയാം വോൾട്ടേജ് ഡിഫറൻസ് കൊടുക്കും, V എന്ന് പറയുന്ന വോൾട്ടേജ് ഡിഫറൻസ്. ഇനി നമുക്ക് ബേസിക്കായിട്ട് നോക്കിക്കേ, ബേസിക്കായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഇൻ സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ ഈ രണ്ട് റെസിസ്റ്ററിൽ കൂടെ കണ്ടോ, ഈ രണ്ട് റെസിസ്റ്ററിൽ കൂടെ കണ്ടോ ബാറ്ററി കാരണം ഉണ്ടാവുന്ന കറണ്ട് അല്ലേ സെയിം ആയിരിക്കും ഈ രണ്ട് റെസിസ്റ്റൻസിൽ കൂടെ എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, നമുക്ക് എന്താ പറയാം, ഇൻ സീരീസ് സർക്യൂട്ട് the current is flowing through all the resistance are same. Okay, series circuit il endaayirikkum all currents, the current passing through all the resistors are same. നമുക്ക് എന്താ പറയാം, the current അല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഓർത്തിരിക്കേണ്ടതാണ്, എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, നമ്മൾ എങ്ങനെ പറയാം, സീരീസ് ആണെങ്കിൽ the current through the all resistors, current through the all resistors are same. We can say that the current through all the resistors are same. Then ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, അതാണ് നമ്മൾ കൊടുത്ത വോൾട്ടേജ് ഉണ്ടല്ലോ, the voltage will be separated. വോൾട്ടേജ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തു. നോക്കിക്കേ, ഇവിടെ I ആണ് കറണ്ട്, ഇവിടുത്തെ റെസിസ്റ്റൻസ് R1 ആണ് എങ്കിൽ ഇത് പ്രൊസസ് ചെയ്യുന്ന വോൾട്ടേജ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാം, V1 എന്ന് പറയാം. V1 is equal to എന്താ, IR1 കണ്ടോ, V1 is equal to IR1. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കറണ്ട് ആയി ഒഴുകുന്നുണ്ടല്ലേ, വി നോ ദാറ്റ് ദ സെയിം കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ സെക്കൻഡ് റെസിസ്റ്റർ. ഇവിടുത്തെ റെസിസ്റ്റർ എത്ര, R2, then the voltage possessed by the second resistor is equal to V2 is equal to IR2 കണ്ടോ, IR2. So we can say that the voltage V is separated as V1 and V2 അല്ലേ, വോൾട്ടേജ് എന്ത് ചെയ്ത്, സെപ്പറേറ്റ് ചെയ്ത്. ഇൻ സീരീസ് സർക്യൂട്ട് അല്ലേ, ഇൻ സീരീസ് സർക്യൂട്ട് വോൾട്ടേജസ് ആർ സെപ്പറേറ്റഡ്, വോൾട്ടേജസ് ആർ separated കണ്ടോ, സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജസ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തു. Now we can say that V is equal to V1 plus V2. Okay, we can say that V is equal to V1 plus V2. So this is the base of the series circuit അല്ലേ, ഇതാണ് എന്താ പറയുന്നത്, സീരീസ് സർക്യൂട്ടിന്റെ ഏറ്റവും ബേസ്. ഓക്കെ അല്ലേ, this is the series circuit. നമുക്ക് എഴുതാം സീരീസ് അല്ലേ, എന്താണ്, ഇതാണ് നമ്മുടെ series connection അല്ലെങ്കിൽ series circuit. The current through all the resistors are same, voltage are separated, and V is equal to V1 plus V2. This is the series connection. Okay, ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ നോക്കാം അല്ലേ, ഡെറിവേഷൻ ഓഫ് ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലേ, ഡെറിവേഷൻ ഓഫ് എന്താ, ഇക്വലന്റ് അല്ലേ റെസിസ്റ്റൻസ്, ഡെറിവേഷൻ ഓഫ് ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലേ, ഡെറിവേഷൻ ഓഫ് ഇക്വലന്റ്. Derivation of equivalent resistance. What do you mean by equivalent resistance? Equivalent resistance ഒന്നുമില്ല, ഈ രണ്ട് റെസിസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ഒരു റെസിസ്റ്റൻസ് ആകും അല്ല. We will combine this two resistor and to make one resistor, and that one resistor is called equivalent resistance. എന്ന് വെച്ചാൽ ഈ റെസിസ്റ്റർ എല്ലാം കൂടെ കോമ്പിനേഷൻ അല്ല, ഈ റെസിസ്റ്റർ എല്ലാം കൂടെ എന്താ കോമ്പിനേഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, equivalent resistance. അപ്പോൾ രണ്ട് റെസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്ത് ഒരു റെസിസ്റ്റർ ആക്കി കണ്ടോ, ഒരു റെസിസ്റ്റർ ആക്കി അതിനെ R equivalent. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് എന്ത് തന്നെ, അതാണ്ട് വി തന്നെ അല്ലേ നമ്മൾ കൊടുക്കുന്നത് അല്ലേ, വി തന്നെ കൊടുക്കുന്നത്, ആൻഡ് സെയിം കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് ഈക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് നമുക്കറിയാം, നമ്മൾ പഠിച്ചല്ലോ, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താ, V1 പ്ലസ് V2 ആണെന്ന് അറിയാം അല്ലേ, നമുക്കറിയാം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. V1 എന്തായിരുന്നു, IR1 പ്ലസ് IR2. ഓക്കെ, V2. ഇനി ഇവിടുത്തെ നെറ്റ് വോൾട്ടേജ് അല്ലേ, ഇതെന്താണ് നെറ്റ് വോൾട്ടേജ്, നെറ്റ് വോൾട്ടേജ് എന്തായിരിക്കും, കറണ്ട് ഇൻറ്റു നെറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് അല്ലേ. ടോട്ടൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താ, ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ കറണ്ട് നമുക്കറിയാം ഇവിടെ I മാത്രമേ ഉള്ളൂ. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ, വിച്ച് ഈസ് കോൾഡ്, ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് equivalent resistance കണ്ടോ,
The total resistance is called equivalent resistance. Okay, the total resistance is called equivalent resistance. ഇനി എന്ത് ചെയ്യാം? We can take the current outside. അല്ലേ, രണ്ട് ടേംസ് ഉണ്ട്, രണ്ട് ടേംസിലും the common is I. So we can take the current outside. Okay, then we can write I into R1 plus R2. Okay, then ഇവിടെ എന്താണ്? കറണ്ട് ഇൻറ്റു എന്തുകൊണ്ട്? R equivalent. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാം? ഐയും ഐയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. കണ്ടോ, we can cancel this I and this can I. So we will get R equivalent is equal to R1 plus R2. അല്ലേ, നമുക്ക് എന്ത് കിട്ടി? ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കിട്ടി അല്ലേ. R equivalent is equal to എന്താ? R equivalent is equal to R1 plus R2. Okay, if two resistors are connected in series, then the equivalent resistance will be R equivalent is equal to R1 plus R2. മൂന്നെണ്ണം ആയിരുന്നെങ്കിൽ അല്ലേ, R equivalent is equal to എന്ത് വരും? R1 plus അല്ലേ, R2 plus R3 അല്ലേ. അങ്ങനെ n എണ്ണുണ്ടെങ്കിലോ R equivalent is equal to R1 plus R2. അങ്ങനെ എവിടെ വരെ പോവും? Rn വരെ. ഓക്കെ അല്ലേ. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇഫ് ദ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് കണക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സമ്മപ്പ് ചെയ്യാം. നമുക്ക് എന്താ പറയാം? ഇഫ് ടു റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, നമുക്ക് പറയണം, ബേസിക് കൺസെപ്റ്റ് പറയണം, ദ കറന്റ് വിൽ ബി സെയിം ആൻഡ് ദ വോൾട്ടേജ് വിൽ ബി സെപ്പറേറ്റഡ്. ദ ടോട്ടൽ വോൾട്ടേജ് വിൽ ബി ദ sum of the individual voltage across each resistor. അല്ലേ, so we can say that V is equal to V1 plus V2. Then we substitute the value of V1 and V2. From that we will get the equation of R equivalent is equal to R1 plus R2. Okay അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ സീരീസ് കണക്ഷൻ ഡെറിവേഷൻ ചെയ്തു. ഇനി നമുക്ക് പാരലൽ കണക്ഷനിലേക്ക് പോകാം അല്ലേ. നമുക്ക് നോക്കാം what you mean by parallel connection അല്ലേ. നമുക്ക് നോക്കാം പാരലൽ കണക്ഷൻ എന്താണ്, പാരലൽ കണക്ഷന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫിഗർ വരയ്ക്കാം പാരലൽ കണക്ഷന്റെ അല്ലേ. പാരലൽ കണക്ഷൻ നമ്മുടെ റെസിസ്റ്റൻസ് ആണ് R1, ഇത് R2 അല്ലേ, R2 ഇതെന്താണ്? this is the resistance R3, this is the third resistance and we are giving the voltage V അല്ലേ, V. ഓക്കെ, ആൻഡ് നോക്കാം നമുക്ക് വോൾട്ടേജ് അല്ലേ. പാരലൽ കണക്ഷന്റെ പ്രോപ്പർട്ടീസ് എന്താന്ന് നോക്കാം. ആദ്യം പാരലൽ കണക്ഷന്റെ കോൺസെപ്റ്റ് നോക്കാം അല്ലേ. പാരലൽ കണക്ഷന്റെ കോൺസെപ്റ്റ് നോക്കാം. ഇൻ പാരലൽ കണക്ഷൻ നോക്കിക്കേ, ദ വോൾട്ടേജ് ഗിവൺ ടു ദ ഈച്ച് റെസിസ്റ്റേഴ്സ് ആർ സെയിം അല്ലേ. വോൾട്ടേജ് എന്താ? സെയിം ആണ്. എല്ലാം എന്താ? സെയിം ബാറ്ററിയുടെ സെയിം പൊട്ടൻഷ്യലിന്റെ നടുക്കാണ്ടിരിക്കുന്നത് അല്ലേ, ഇടയ്ക്കാണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? The voltages are same across the each resistor. Voltage എന്താ? Voltage is same across അല്ലേ. Voltage is same across each resistor അല്ലേ. Voltage is same across, നമുക്ക് എന്ത് പറയാം? across each resistor. We can say that the voltage is same across each resistor. നമുക്ക് എന്ത് പറയാം? the voltage എന്തായിരിക്കും? എല്ലാ റെസിസ്റ്ററിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ എന്താ നോക്കിക്കേ, നമുക്കറിയാം എന്താണ്? കറണ്ട് വരുന്നു കണ്ടോ, കറണ്ട് ഇതിലേക്കൂടെ വരുന്നു. ഈ പോയിന്റിൽ എത്തുമ്പോൾ കണ്ടോ കറണ്ടിന് മനസ്സിലാവും there will be 3 paths. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കറണ്ട് എന്ത് ചെയ്യും? it will divide to 3 parts. the current will divide to 3 parts. നോക്കിക്കേ എങ്ങനെ ആയിരിക്കും? 1 part നമുക്ക് എന്ത് വിളിക്കാം? I1. ഇതിനെ എന്ത് വിളിക്കാം? I2. ഇതിനെ എന്ത് വിളിക്കാം? നമുക്ക് I3 അല്ലേ. the current ഇവിടെ വരും അല്ലേ. നമ്മുടെ കറണ്ട് I എന്ന് പറയുന്ന കറണ്ട് വരും, ഇവിടെ പോയിന്റ് വന്നിട്ട് എന്ത് ചെയ്യും? അത് 3 പാർട്സ് ആയിട്ട് എന്ത് ചെയ്യും? തിരിച്ചു പോകും. കാരണം 3 പാത്ത് കിട്ടിയതിന് അല്ലേ. എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? നമുക്ക് എന്ത് പറയാം? ദ കറണ്ട് ഈസ് സെപ്പറേറ്റഡ് ഹിയർ അല്ലേ. കറണ്ട് ഈസ് സെപ്പറേറ്റഡ്. കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് ഈസ് separated. So we can say that in parallel connection the voltage is same across each resistor and the current is separated. Current എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും അല്ലേ. കറണ്ട് ആണ് സെപ്പറേറ്റ്. ബട്ട് സീരീസ് കണക്ഷൻ ഒക്കെ ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലെ. എക്സാക്ട് ഓപ്പോസിറ്റ്. അവിടെ എങ്ങനെ ആയിരുന്നു? ദ കറണ്ട് ഈസ് സെയിം അക്രോസ് ദ ഈച്ച് റെസിസ്റ്റർ ബട്ട് ദ വോൾട്ടേജ് ഈസ് സെപ്പറേറ്റഡ്. ബട്ട് in the case of parallel connection the voltage is same and the current is separated. Okay, രണ്ടും എന്താ? എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഫോം ചെയ്യാം. we can form the equation because we know that the total current is equal to അല്ലെ. from the figure we can say that I is equal to I1 plus I2 അല്ലെ. I1 plus I2 plus
I3 അല്ലേ? From the figure we can say that I is equal to I1 plus I2 plus I3. ഇനി എന്താണ് I1 എന്നൊക്കെ നമുക്ക് നോക്കാം. നോക്കിക്കേ, I1 എന്തായിരിക്കും? നമുക്കറിയാം I is equal to current is equal to voltage by resistance. നോക്കിക്കേ, ഇവിടുത്തെ എന്തായിരിക്കും? I1 എന്തായിരിക്കും? ഇവിടുത്തെ I1 is equal to ആദ്യത്തെ റെസിസ്റ്റൻസ് ഏത് വോൾട്ടേജിലാണ് കിടക്കണം? V അല്ലേ? The voltage across the resistance R1 is V. So here V by R1. കാരണം നമുക്കറിയാം I is equal to V by R from the Ohm's law. So I1 is equal to V by R1. Then I2 എന്തായിരിക്കും? ഉറപ്പായിട്ടും V by R2. Then I3 എന്തായിരിക്കും? I3 is equal to V by R3. Okay അല്ലേ? So now we can substitute in this equation. Okay. So I1 is the value. What is the I1? I1 is equal to V by R1. Now I2 is equal to V by R2. Now I3 is equal to V by R3. Okay. And ഇത് നെറ്റ് കറണ്ട് ആണ്. നെറ്റ് കറണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഈ മൂന്ന് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്ത് ഒരുമിച്ച് ഒരു ഇക്വലന്റ് റെസിസ്റ്റൻസ് ആക്കി, R ഇക്വലന്റ്. അതിന് വോൾട്ടേജ് ചെയ്ത് തന്നെ വോൾട്ടേജ് കൊടുക്കുന്നത് V. ഇനി നെറ്റ് കറണ്ട്, ഇതിന്റെ കറണ്ട് എന്താ പറ? I is equal to എന്താ? നെറ്റ് കറണ്ട് അല്ല, ഇതിലെ കൂടെ പോകുന്ന കറണ്ട് എന്താ? I is equal to V by R equivalent അല്ലേ? നെറ്റ് കറണ്ട് എന്തായിരിക്കും? നെറ്റ് കറണ്ട് ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താ? R equivalent. So we can say that it is V by R equivalent അല്ലേ? This is എന്താ പറയാ നമുക്ക്? It is V by R equivalent. ഇനി from the equation we can say that in these three terms V is common. So we can take V outside. So V into 1 by R1 plus 1 by R2 plus 1 by R3. And it is V by R equivalent. Okay, V by R equivalent. ഇനി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്താ? V ഉണ്ട്. We have to cancel V അല്ലേ? Then we will get 1 by R equivalent is equal to, then we will get 1 by R equivalent is equal to 1 by R1 plus 1 by R2 plus 1 by R3. കണ്ടോ? നമുക്ക് എന്ത് കിട്ടി? നമുക്ക് equivalent resistance in the equation കിട്ടി അല്ലേ? In parallel connection we can say that the equation of the equivalent resistance is equal to 1 by R equivalent is equal to 1 by R1 plus 1 by R2 plus 1 by R3. Okay അല്ല, ഇനി n റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 by R equivalent is equal to 1 by R1 plus അല്ലേ? 1 by R1 plus 1 by R2 plus അല്ലേ? 1 by R3 അങ്ങനെ etc 1 by Rn അല്ലേ? If n resistors are connected parallel to each other, then we will get the equation of the equivalent resistance is equal to എന്താ? 1 by R equal is equal to 1 by R1 plus 1 by R2 plus etc to 1 by R. ഓക്കെ അല്ലേ? നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ കറണ്ട് എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ സീരീസ് കണക്ഷൻ പാരലൽ കണക്ഷൻ്റെ എന്താ ഡെറിവേഷൻ പഠിച്ചത്. എപ്പോഴും എന്ത് ചെയ്യും? ബോർഡ് എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക? ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? നല്ലോണം മനസ്സിലായല്ലോ? ഓക്കെ. സോ ദെൻ ബെസ്റ്റ് ഓഫ് ലക്ക്.